കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. കിനാക്കൂടുമായി മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ ആദയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം.
യേശുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവിനെ സ്തുതിക്കുവാനായിട്ടുള്ള ആഹ്വാനം സങ്കീർത്തനങ്ങളിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ സ്തുതിക്കാനായിട്ടുള്ള ഒരുപാട് അവസരങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കാറുണ്ട്. ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് ഒരു പോരായ്മയായി കാണുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം പുതിയ ശുശ്രൂഷ രീതികളിലൂടെയൊക്കെ മുന്നേറുമ്പോൾ പ്രധാനമായും പ്രാർത്ഥനയുടെ ശൈലിയിൽ വന്ന മാറ്റം നമുക്കറിയാം. ദൈവത്തെ സ്തുതിച്ച് പാടി മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ പുകഴ്ത്തുന്ന ഒരു പ്രത്യേകമായ അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ ഇന്ന് അനേകം പേര് കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തെ എതിർക്കുന്നതിൻ്റെ കാരണവും ദൈവത്തെ സ്തുതിക്കുന്ന ഈ പ്രാർത്ഥനാ രീതിയെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവത്തെ സ്തുതിക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്? 81-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ അതിനുള്ള ഉത്തരം നമുക്ക് നൽകുന്നുണ്ട്. സങ്കീർത്തകൻ പറയുകയാണ്, നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ. നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ. എന്തിനാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് എന്നതിന് ഏറ്റവും കൃത്യമായ ഉത്തരമാണ് സങ്കീർത്തകൻ പറയുന്നത്. നമ്മുടെ ശക്തി കേന്ദ്രമാണ് ദൈവം. നമ്മുടെ ശക്തിയുടെ ഉറവിടമാണ് ദൈവം. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, നമ്മൾ നേടിയെടുക്കുന്ന വലിയ വിജയങ്ങൾ, നേട്ടങ്ങൾ, ലാഭങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചകൾ എല്ലാം നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം കഴിവുകൾ നമുക്കുണ്ടായാലും, എന്തുമാത്രം സമ്പത്ത് നമുക്കുണ്ടായാലും, എന്തുമാത്രം ബുദ്ധി സാമർഥ്യം നമുക്കുണ്ടായാലും, ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ ഇല്ലെങ്കിൽ, ദൈവം നമുക്ക് ശക്തി നൽകുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക? അതുകൊണ്ടല്ലേ സങ്കീർത്തകൻ പറഞ്ഞത്, നമ്മുടെ ശക്തി കേന്ദ്രമാണ് ദൈവം, അതുകൊണ്ട് ആ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തെ സ്തുതിക്കാനായിട്ട് നമുക്ക് കടമയുണ്ട്. കാരണം തുടർന്നുള്ള സങ്കീർത്തന വചനങ്ങളിൽ നമ്മളിപ്രകാരമാണ് കാണുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത് ഇസ്രായേലിൻ്റെ ചട്ടവും ദൈവം യാക്കോബിന് നൽകിയ പ്രമാണവുമാണ്. ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ചട്ടമാണ്, നിയമമാണ്, പ്രമാണമാണ്. മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൽ സ്വർഗീയവാസികളെല്ലാം ചെയ്യുന്നത് ഇത് മാത്രമാണ് എന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിലൂടെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 1-ാമത്തെ വാക്യം എങ്ങനെയാണ്? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ സ്വരം കേട്ടു, പെരുവെള്ളത്തിൻ്റെയും ഇടിനാദത്തിൻ്റെയും മുഴക്കം പോലെയുള്ള ഒരു ശബ്ദം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ശബ്ദം യോഹന്നാൻ കേട്ടത്, സ്വർഗത്തിൽ നിന്ന് കേട്ട സ്വരം ഹല്ലേലൂയ എന്നുള്ളതാണ്. ഹല്ലേലൂയ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിന് സ്തുതി എന്നാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം സ്വർഗീയമായ അനുഭവമാണ് എന്ന് യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടാകുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവിടെയും ഒരു സ്വർഗീയമായ അനുഭവം ഉണ്ടാകുന്നു എന്ന കാര്യം നമ്മൾ മറക്കരുത്. കാരണം ദൈവത്തെ സ്തുതിക്കുന്ന വേളകളിലൊക്കെ ദൈവത്തിൻ്റെ കൃപാവരം നമ്മിലേക്ക് കവിഞ്ഞൊഴുകുന്ന സമയമാണ്. സ്വർഗീയമായ അനുഭൂതിയിലേക്ക്, സ്വർഗീയമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം ഉയരുന്ന സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടുന്നതും നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്തുതിക്കേണ്ടത് ഏറ്റവും മനോഹരമായ പ്രാർത്ഥനാ രീതിയാണ് എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം. ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പ്രാർത്ഥനയെക്കുറിച്ചുള്ള അധ്യായത്തിൽ സ്തുതിപ്പിനെക്കുറിച്ച് പറയുന്ന ഒരു ഖണ്ഡികയിൽ പറയുന്നുണ്ട്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയരുന്നു. അപ്പോൾ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അതിനുള്ള ഉത്തരവും നമുക്ക് ലഭിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ദൈവസ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയിലൂടെ ഉയരുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സ്തുതിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയരുകയാണ്.
അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഉയരുന്ന മനോഹരമായ ഈ പ്രാർത്ഥനാ രീതിയെ നമ്മൾ എന്തിനാണ് എതിർക്കുന്നത്? നമ്മൾ ആ രീതിയിലേക്ക്, ദൈവത്തെ സ്തുതിക്കുന്ന മനോഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും, ഇസ്രായേൽ വലിയ വിജയങ്ങൾ നേടുമ്പോൾ, ഇസ്രായേലിൽ വലിയ ദൈവാനുഭവം ഉണ്ടാകുമ്പോൾ, ദൈവം അവരെ സന്ദർശിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ജനം വലിയ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ദൈവത്തെ ഉച്ചത്തിൽ പാടി സ്തുതിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഓശാന ഞായറാഴ്ച നമ്മൾ കാണുന്നുണ്ട്, ജയവിളികളോടുകൂടി യേശുവിനെ ജെറുസലേമിലേക്ക് ആനയിക്കുന്ന ജനക്കൂട്ടം. ആർപ്പ് വിളിച്ചുകൊണ്ട്, ദാവീദിൻ്റെ പുത്രൻ ഓശാന എന്ന് വിളിച്ചുകൊണ്ട് ആർപ്പ് വിളിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ജനത്തെ. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സ്തുതിക്കുന്ന കാര്യത്തിൽ നമ്മൾ മടി കാണിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. തന്നോട് ചില ശിഷ്യന്മാർ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ഇവർ കിടന്ന് ബഹളം വയ്ക്കുന്നത്? യഹൂദന്മാർ പലരും ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ഇവരെല്ലാം ബഹളം വയ്ക്കുന്നത്? ഇവരോടൊന്ന് നിശബ്ദരായിരിക്കാൻ നിനക്ക് പറഞ്ഞുകൂടെ? അപ്പോൾ കർത്താവ് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഈ ജനം ഇപ്പോൾ ആർപ്പ് വിളിക്കുന്നില്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന കല്ലുകൾ എന്നെ സ്തുതിക്കും. ഇവിടെ കിടക്കുന്ന കല്ലുകൾ ദൈവത്തെ സ്തുതിക്കും. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാതെ നിശബ്ദരാകുന്നെങ്കിൽ ഈ ചുറ്റും കിടക്കുന്ന കല്ലുകൾ ദൈവത്തെ സ്തുതിക്കും. പ്രിയപ്പെട്ടവർ, ഈ പ്രപഞ്ചം ദൈവത്തെ സ്തുതിക്കും. നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നില്ലെങ്കിലും ഈ പ്രപഞ്ചം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സൃഷ്ടാവായ ദൈവത്തെ സൃഷ്ടിയായ മനുഷ്യൻ സ്തുതിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ നിയോഗവും ആഗ്രഹവുമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇനിയും നമ്മൾ എന്തിനു വേണ്ടിയാണ് സ്തുതിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് എന്നതിൻ്റെ ഉത്തരം നമുക്ക് നൽകുന്നത് 103-ാം സങ്കീർത്തനമാണ്. 103-ാം സങ്കീർത്തനത്തിന് 1-ാം വചനം മുതൽ സങ്കീർത്തകൻ ഇപ്രകാരം പറയുകയാണ്, എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും നീ മറന്നു കളയരുത്. പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം അനുഗ്രഹമാണ് ദൈവം ഓരോ ദിവസവും നിന്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നത്. ഓരോ ദിവസവും എന്തുമാത്രം കൃപകളാണ് നിന്റെ ജീവിതത്തെ സമ്പുഷ്ടമാക്കാനും സന്തുഷ്ടമാക്കാനും വേണ്ടി ദൈവം ചൊരിയുന്നത്. എത്ര മഹത്തായ പരിപാലനയാണ് ദൈവം നിനക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് എന്നിട്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നില്ല? കർത്താവ് ചോദിക്കുകയാണ്, നമ്മൾ എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നില്ല? ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നില്ല ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന്. ഓരോ കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്തു കഴിയുമ്പോൾ, ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം ദൈവമാണ് എല്ലാം നമുക്ക് നൽകുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ എൻ്റെ വീട്ടുമുറ്റത്തെ കിണറ്റിലെ വെള്ളം വറ്റി. പടിഞ്ഞാറൻ പ്രദേശത്ത്, തീരപ്രദേശത്ത് താമസിക്കുന്ന ഞങ്ങൾക്ക് ഒരു കാലത്തും വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാകാറില്ല. പക്ഷേ കഴിഞ്ഞ ഏപ്രിൽ മാസം അവസാനമായപ്പോൾ കടുത്ത വേനലിനെ തുടർന്ന് വെള്ളം മുഴുവൻ വറ്റുകയാണ്. ഞാൻ വെള്ളം കുടിക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം പണം കൊടുത്ത് വാങ്ങാൻ തുടങ്ങി. പണം കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് വെള്ളം കൊണ്ടുവന്നപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞു, മക്കളെ, ഇനി നമുക്ക് കാശ് കൊടുത്ത് വാങ്ങുന്ന വെള്ളമാണ്, അതുകൊണ്ട് അനാവശ്യമായിട്ട് അത് ചിലവഴിച്ച് കളയരുത്, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണം. പക്ഷേ വാങ്ങിക്കൊണ്ടുവന്ന കുപ്പികളിലെ വെള്ളം മുഴുവൻ കുട്ടികൾ വേഗത്തിൽ കുടിച്ച് തീർത്തു. വീണ്ടും വീണ്ടും കുപ്പികൾ ഞാൻ വാങ്ങുകയാണ്. ഞാൻ മക്കളോട് പറഞ്ഞു, മക്കളെ, നമ്മുടെ പണം നഷ്ടപ്പെട്ടു പോകുന്നു, വെള്ളത്തിന് കാശ് കൊടുക്കുക നമ്മൾ ആദ്യമായിട്ടാണ്, അതുകൊണ്ട് മക്കളെ ശ്രദ്ധിക്കണം. പിറ്റേന്ന് മുതൽ ഞാൻ വലിയ വീപ്പയിലുള്ള വെള്ളം വാങ്ങാനായിട്ട് തുടങ്ങി. 2 ദിവസം മുന്നോട്ട് പോകാൻ തുടങ്ങി. എനിക്ക് സങ്കടമായി. പണം ഒരുപാട് ചെലവഴിക്കേണ്ടി വരുന്നു ഇത്രയും നാൾ വെറുതെ കിട്ടിയ വെള്ളത്തിന്. ഞാൻ കർത്താവിനോട് പരാതി പറഞ്ഞു, കർത്താവെ, ഒരു നല്ല മഴ പെയ്യിച്ച് കിണറ്റിലൊക്കെ വെള്ളം ഉണ്ടാക്കി തന്നാൽ എത്ര ഉപകാരം. കർത്താവ് എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഇത്രയും നാൾ നിന്റെ കിണറ്റിൽ കിടന്നിരുന്ന ഈ വെള്ളത്തെ പ്രതി നീ എപ്പോഴെങ്കിലും ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ 45 വർഷം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചു. ഞാൻ ഓർത്തു, ഈ 45 വർഷത്തിൽ എത്രമാത്രം വെള്ളം ഞാൻ ഉപയോഗിച്ചു, എത്രമാത്രം വെള്ളം ഞാൻ കുടിച്ചു, എത്രമാത്രം വെള്ളം എൻ്റെ കിണറ്റിൽ ഉണ്ടായി. ഒരു കുപ്പി വെള്ളത്തിന് 20 രൂപ കൊടുക്കണമെങ്കിൽ എത്രമാത്രം വെള്ളം എൻ്റെ കിണറ്റിൽ കർത്താവ് സൗജന്യമായിട്ട് തന്നു. ഞാൻ ഒരിക്കൽ പോലും ഈ വെള്ളത്തിന് നന്ദി പറഞ്ഞിട്ടില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഇല്ല കർത്താവേ, ഒരിക്കലും ഞാൻ നന്ദി പറഞ്ഞിട്ടില്ല. ഒരിക്കലും കർത്താവേ, ഞാൻ ഈ വെള്ളത്തിന് നന്ദി പറഞ്ഞിട്ടില്ല. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ
നിൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഇതുപോലെയുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാത്തത് എന്തുകൊണ്ട്? ഞാൻ നന്ദി പറയാൻ തുടങ്ങി, അക്കമിട്ട് നന്ദി പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, പിറ്റേന്ന് ശക്തമായ വേനൽ മഴ ലഭിച്ചു. കിണറ്റിൽ ആവശ്യത്തിന് വെള്ളമായി, എനിക്ക് സമാധാനമായി. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് തോന്നും, ഇത്രയും ചെറിയ കാര്യത്തിനൊക്കെ ദൈവത്തിന് നന്ദി പറയണോ? പ്രിയപ്പെട്ടവരെ, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക്, പ്രത്യേകിച്ച് ദൈവം നൽകിയ വെള്ളത്തിനും വായുവിനുമൊക്കെ നമ്മൾ നന്ദി പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ നന്ദി പറയുക? നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങൾക്ക് മാത്രം നന്ദി പറഞ്ഞാൽ മതിയോ? നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് കവിഞ്ഞൊഴുകുകയാണ്. വീണ്ടും വീണ്ടും നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് കാത്തു നിൽക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നു. വീണ്ടും സങ്കീർത്തകൻ്റെ വചനത്തിലേക്ക് നമുക്ക് വരാം. സങ്കീർത്തകൻ പറയുന്നു, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കുക. അവിടുന്ന് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു. അവിടുന്ന് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നൊരു ദൈവം, നമ്മൾ ചെയ്യുന്ന പാപത്തിന് അനുസൃതമായിട്ട് നമ്മെ തകർക്കാൻ ദൈവം തുടങ്ങുകയാണെങ്കിൽ, ശിക്ഷിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എന്താണെന്ന് നോക്കുക. നമ്മളൊക്കെ ഇപ്പോൾ എവിടെയായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കുക. കർത്താവ് ഒരിക്കലും നമ്മുടെ പാപങ്ങൾക്കനുസരിച്ച് നമ്മെ ശിക്ഷിക്കുന്നില്ല. നമ്മുടെ പാപങ്ങൾക്കനുസരിച്ച് അവിടുന്ന് ഒരിക്കലും നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മെ നശിപ്പിക്കുന്നില്ല, നമ്മെ തകർക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ്. എത്ര വലിയ പാപിയാണ് നീയെങ്കിലും എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് നിലവിളിച്ച് കർത്താവിൻ്റെ പാദത്തിങ്കൽ വീഴുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു. അവിടുന്ന് സമരിയാക്കാരി സ്ത്രീയെ കുറ്റപ്പെടുത്തിയില്ല. പാപത്തിന് പിടിക്കപ്പെട്ട് തൻ്റെ മുമ്പിൽ കുറ്റവിചാരണയ്ക്കായി കൊണ്ടുവന്ന് നിർത്തിയ ആ സ്ത്രീയെ കർത്താവ് കുറ്റപ്പെടുത്തിയില്ല. മറിച്ച് അവരെല്ലാം പാപങ്ങൾ ക്ഷമിച്ച് കർത്താവ് അവരെ തൻ്റെ സാക്ഷികളാക്കി മാറ്റുകയല്ലേ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ നമ്മോട് ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ കടപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇതുപോലെ എത്ര മനോഹരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. വീണ്ടും കർത്താവ് പറയുന്നു, നിൻ്റെ രോഗങ്ങൾ അവിടുന്ന് സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവനാണ്. എത്ര വലിയ രോഗങ്ങളാണ് കർത്താവ് ഒരൊറ്റ നിമിഷം കൊണ്ട് എടുത്തു മാറ്റുന്നത്. പാലസ്തീനായിൽ ചെയ്ത അതേ അടയാളങ്ങളും അത്ഭുതങ്ങളും തന്നെ ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിപ്പിക്കുന്നില്ലേ? എൻ്റെ കഴുത്തിലെ 5 ഡിസ്കുകളും അരക്കെട്ടിലെ 2 ഡിസ്കുകളും ഇളകിയ നിലയിൽ 3 വർഷങ്ങൾ ഞാൻ കടന്നുപോയി. അപ്പോഴാണ് ഞാൻ അട്ടപ്പാടിയിൽ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ടിടയായത്. ഈ ധ്യാനത്തിനിടയിൽ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ കാഴ്ചവെപ്പ് സമയത്ത് പ്രാർത്ഥനയോടുകൂടി അപ്പവും വീഞ്ഞും ദൈവത്തിന് ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ സമയത്ത് അച്ഛൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, കഴുത്തിലെ ഡിസ്കുകൾക്ക് ഇളക്കം സംഭവിച്ചിരിക്കുന്ന 2 വ്യക്തികളുടെ ഡിസ്കുകളുടെ അവസ്ഥ കർത്താവ് ശരിയായ രീതിയിലേക്ക് മാറ്റുന്നു. പെട്ടെന്ന് അച്ഛനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിശക്തമായൊരു വൈദ്യുതപ്രവാഹം എൻ്റെ ശരീരത്തിലൂടെ കടന്നുപോയത് ഞാൻ ഇന്നും ഓർക്കുന്നു. അതിശക്തമായ വൈദ്യുതപ്രവാഹം. അല്പം കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ സ്വരം ഞാനിങ്ങനെ കേട്ടു, നിന്നെ ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു, സംശയമുണ്ടെങ്കിൽ നീ പേനയെടുത്ത് എഴുതി നോക്കുക. കാരണം എനിക്ക് പേന പിടിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. എൻ്റെ കഴുത്തിലെ ഡിസ്കുകൾ ഇളകിയത് മൂലം എൻ്റെ വലത് കൈയുടെ ചലനശേഷിയിൽ ഗണ്യമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പേന പിടിക്കാൻ, സാധനങ്ങൾ എടുക്കാനൊന്നും പറ്റാത്ത രീതിയിൽ കൈക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്ന ഒരു സമയം. ഞാൻ പേനയെടുത്തു, ഞാൻ എൻ്റെ നോട്ട്ബുക്കിൽ എഴുതാനായിട്ട് തുടങ്ങി. ഇത്രയും നാൾ ശരിക്ക് സ്ട്രോക്ക് ഇട്ട് എഴുതാൻ പറ്റാതിരുന്ന ഞാൻ മനോഹരമായിട്ട് എഴുതാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായ ദൈവത്തിൻ്റെ പരിപാലന അന്ന് ഞാൻ കണ്ടു. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം അനുഗ്രഹങ്ങളാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. വീണ്ടും കർത്താവ് പറയുകയാണ്, ഞാൻ നിൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ദൈവം നമ്മെ പാപത്തിൻ്റെ പിടിയിൽ നിന്ന്, പാപകരമായ വഴികളിൽ നിന്ന്, പാപത്തിൻ്റെ അവസ്ഥകളിൽ നിന്നെല്ലാം രക്ഷിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വീണ്ടും വീണ്ടും മടക്കിക്കൊണ്ടുവരുന്നു. അവിടുന്ന് നിൻ്റെ ജീവിതകാലം മുഴുവൻ നിന്നെ കരുണയും സ്നേഹവും കൊണ്ട് നിറയ്ക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ കർത്താവിൻ്റെ എത്രമാത്രം കരുണയാണ് കടന്നു വരുന്നത്.
ഓരോ ദിവസവും നമ്മൾ നോക്കുക, ദൈവത്തിൻ്റെ കരുണയുടെ മടിത്തട്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? ദൈവം നമ്മോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതകാലം മുഴുവൻ കരുണയും സ്നേഹവും കൊണ്ട് നമ്മെ സംതൃപ്തനാക്കുന്ന സൃഷ്ടാവിനെ നമ്മൾ സ്തുതിക്കാതെ നമ്മൾ എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, സ്തുതിക്കാനുള്ള നമ്മുടെ മടി നമുക്ക് ഉപേക്ഷിക്കാം. ദൈവത്തെ എല്ലാ സമയത്തും എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് വരാം. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു, എല്ലായ്പ്പോഴും അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ സ്തുതിയുടെ ബലിയായിട്ട് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ മുമ്പിൽ അധരങ്ങളുടെ ഫലങ്ങൾ, യേശുവിൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ സ്തുതിയായി നമ്മൾ അർപ്പിക്കേണ്ടിയിരിക്കുന്നു. യേശുവിനെ നിരന്തരം നമ്മൾ സ്തുതിക്കേണ്ടിയിരിക്കുന്നു. ഊണിലും ഉറക്കത്തിലും ജോലിയിലും യാത്രയിലും എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തകൻ 81-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറഞ്ഞത്, 3-ാമത്തെ വാക്യത്തിൽ, അമാവാസിയിലും നമ്മുടെ ദൈവത്തിൻ്റെ ഉത്സവദിനമായ പൗർണമിയിലും നിങ്ങൾ കാഹളം മുഴക്കുവിൻ. അമാവാസിയിലും നമ്മുടെ ദൈവത്തിൻ്റെ ഉത്സവദിനമായ പൗർണമിയിലും കാഹളം മുഴക്കുവിൻ. പ്രിയപ്പെട്ടവരെ, അമാവാസി നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടെ സംഭവിക്കുന്നതാണ്. അമാവാസി എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ കാണാത്ത ദിവസം, കറുത്ത വാവ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കറുത്ത വാവുകൾ സംഭവിക്കുന്നു. നമ്മുടെ ജീവിതം കൂരിരുട്ടിൽ വഴിമുട്ടി നിൽക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. ഈ അനുഭവങ്ങളുടെ മധ്യത്തിലൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ദൈവത്തെ സ്തുതിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. ഈ വഴിമുട്ടുന്ന ജീവിതങ്ങളുടെ മധ്യത്തിൽ കർത്താവിനെ നമ്മൾ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴികൾ കർത്താവ് തുറക്കുന്നത് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അമാവാസിയിൽ മാത്രമല്ല, ദൈവത്തിൻ്റെ ഉത്സവദിനമായ പൗർണമിയിലും, പൗർണമി ദൈവത്തിൻ്റെ ഉത്സവദിനമാണ്, ആഘോഷങ്ങളുടെ ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷത്തിൻ്റെ ദിനങ്ങളുണ്ട്, ദൈവം അനുഗ്രഹിക്കുന്ന സമയങ്ങളുണ്ട്. ആ സമയത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. എല്ലായ്പ്പോഴും നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. എല്ലായ്പ്പോഴും എല്ലാത്തിനെ പ്രതിയും ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങുന്ന ഒരു മനോഭാവം നമ്മളിലുണ്ടാകുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക? അവിടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. അവിടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. 3 ചെറുപ്പക്കാരെ നബൂഖദ്നേസർ രാജാവ്, ബാബിലോണിലെ രാജാവായിരുന്ന, ചക്രവർത്തിയായിരുന്ന ആ മനുഷ്യൻ 3 ചെറുപ്പക്കാരെ താൻ സ്ഥാപിച്ച പ്രതിമയെ വണങ്ങാത്തതിൻ്റെ പേരിൽ 49 മുഴം ഉയരത്തിൽ കത്തിജ്വലിക്കുന്ന തീച്ചൂളയിലേക്ക് എടുത്തെറിയുമ്പോൾ അവരെ കൈകളും കാലുകളും കെട്ടി അവർ ഉടുത്തിരുന്ന അങ്കികളോടും തലപ്പാവിനോടും വസ്ത്രത്തോടും കൂടെ വലിച്ചെറിയുമ്പോൾ ആ ചെറുപ്പക്കാർ ചെയ്തൊരു കാര്യമുണ്ട്. അവർ ആ തീച്ചൂളയുടെ മധ്യത്തിൽ കിടന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും തീച്ചൂളയുടെ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. തീച്ചൂളയിലേക്ക് എറിയപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. വഴിമുട്ടുന്ന അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അവിടെ നമ്മൾ നിരാശരായി തളർന്നു വീഴുകയല്ല വേണ്ടത്. മറിച്ച് കർത്താവ് പറയുന്നു, നീ ആ സമയത്ത് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുക. നീ ആ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ ആ തീച്ചൂളയിലേക്ക് അയക്കും. രാജാവ് നോക്കിയപ്പോൾ 3 പേരെ തീച്ചൂളയിലേക്ക് എറിഞ്ഞത്. പക്ഷെ രാജാവ് നോക്കുമ്പോൾ കാണുന്ന 4 പേര്. ഒരുവൻ കാഴ്ചയിൽ ദൈവകുമാരനെ പോലെ ഇരിക്കുന്നു. രാജാവ് പറഞ്ഞു, ഞാൻ 3 പേരെയല്ലേ എറിഞ്ഞത്, പിന്നെ എന്താണ് അവിടെ 4 പേര്? രാജാവ് പറഞ്ഞു, മക്കളെ, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരിക. രാജാവ് നോക്കിയപ്പോൾ അവരുടെ വസ്ത്രത്തിന് തീ പിടിച്ചിട്ടില്ല, അവരുടെ ശരീരത്തിനെ പൊള്ളലേറ്റിട്ടില്ല, അവരുടെ തലമുടി കരിഞ്ഞു പോയിട്ടില്ല, അവർക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. രാജാവ് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമാണ് ഇവിടുത്തെ ദൈവം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ, തീച്ചൂളയുടെ മധ്യത്തിൽ ഈ 3 ചെറുപ്പക്കാർ ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാണ്. ഇന്ന് തീച്ചൂളകളുടെ മധ്യത്തിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ കർത്താവ് നമ്മോട് പറയുന്നതാണ്, നീയും സ്തുതിക്കാൻ തുടങ്ങുക. ഈ തീച്ചൂളയെ പ്രതി, ഈ കഷ്ടതയെ പ്രതി, ഈ വേദനയെ പ്രതി, ഈ രോഗത്തെ പ്രതി, ഈ കഷ്ടതകളെ പ്രതി, ജോബിനെ പോലെ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ജോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അവസാനം നമ്മൾ കാണുന്നത് ജോബിന് സംഭവിച്ചതെന്താണ്? ജോബിൻ്റെ ജീവിതത്തിൽ ദൈവം അവനുണ്ടായിരുന്ന ഐശ്വര്യം 7 ഇരട്ടിയായി തിരികെ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, 3 ചെറുപ്പക്കാർക്ക് സംഭവിച്ചത് എന്താണ്? അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ ജീവൻ ദൈവം തിരികെ കൊടുത്തു. മാത്രമല്ല,
ആ ബാബിലോൺ പ്രവിശ്യ മുഴുവൻ, ബാബിലോൺ സാമ്രാജ്യം മുഴുവൻ സത്യദൈവത്തെ ആരാധിക്കുന്നവരുടെ സമൂഹമായിട്ട് മാറി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം രക്ഷ പ്രാപിക്കണമെങ്കിൽ, നമ്മുടെ സമൂഹം രക്ഷ പ്രാപിക്കണമെങ്കിൽ, ഞാൻ പ്രതിനിധീകരിക്കുന്ന എൻ്റെ ഇടവക രക്ഷ പ്രാപിക്കണമെങ്കിൽ, എൻ്റെ പ്രദേശം രക്ഷപ്പെടണമെങ്കിൽ എനിക്കൊന്നേ ചെയ്യാനുള്ളൂ: ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാം മറന്ന് സ്തുതിക്കുക. നമ്മുടെ പ്രതിസന്ധികളെ പ്രതി സ്തുതിക്കുക, തകർന്ന അവസ്ഥകളെ പ്രതി സ്തുതിക്കുക. ഇതാ അത്ഭുതങ്ങളുടെ ദൈവം നിൻ്റെ കൂടെയുണ്ട്. അവൻ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെടും. സ്തുതിക്കാൻ തുടങ്ങുക. ഇന്നു മുതൽ മടി കൂടാതെ എല്ലാം മറന്ന് ഏതവസ്ഥയിലായിരുന്നാലും ആ അവസ്ഥയെ പ്രതി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. അങ്ങനെ സ്തുതിയുടെ ഒരു ജീവിതമായി നിൻ്റെ ജീവിതം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.